കടന്നുപോയി ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് ഇടയാകയും യാത്രകളുടെ പോക്കിൽ അവരെല്ലാം ദൈവം നമ്മളെ കാത്തു സ്തോത്രം നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തിന് ഹൃദയംഗമായി അതിനങ്ങളെ തുടർന്ന് അതിന് വന്ന സ്തോത്രയാൽ ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ Hallelujah. Let's open our mouths and give praise and His holy name. Hallelujah. O God, who is worthy to be praised, worthy to be worshipped, worthy to be glorified. Let the name of our Lord things be glorified this morning in our midst. Hallelujah. 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 പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. വിശുദ്ധാരാധനയ്ക്കായി ഞങ്ങളെ അവിടുത്തെ സന്നിധാനത്തിൽ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ എല്ലാ കൃപയ്ക്കായി സ്തോത്രം. സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ഹല്ലേലൂയ. ആ പാദത്തിൽ അണയുവാൻ ഇന്ന് രാവിലെ കാലം ഒരു പ്രാവശ്യം ലഭിക്കുന്ന ഈ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജ്യയുടെ കാലം മുഴുവൻ ഞങ്ങളെ അവിടുത്തെ ഭദ്രമേലും ചെറുകയും കാത്തു പരിപാലിച്ചു വഴി നടത്തിയ ദൈവത്തിന്റെ എല്ലാ കൃപയ്ക്കായി സ്തോത്രം. ജീവനും ഭക്തിക്ക് വേണ്ടത് പ്രധാനമായി തന്ന ഞങ്ങളെ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്ന ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി ദയക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് വിടുതലിനും കാരണമാണ്. അവിടുത്തെ നാമം ഞങ്ങൾ മഹത്വപ്പെടുവാൻ ശ്രമിച്ച ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിയുടെ ദൈവത്തിനായ സ്തോത്രം. അവിടുത്തെ വിശുദ്ധാസനയുടെ മധ്യ അയച്ചല്ലോ. വിശുദ്ധാസനെ ഓർത്ത കുടുംബമായിട്ട് സ്തുതിക്കുന്നു. പകൽക്കാലങ്ങളുടെ മധ്യയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടുത്തെ കർത്താവ് വചനം വെളിപ്പെടുവാൻ ഇടപെടുവാൻ കർത്താവിടെ ശുശ്രൂഷയ്ക്കായി തന്നെ ബലപ്പെടുത്തണം. കൂട്ടിയുടെ ദൈവത്തിനായി സ്തോത്രം ചെയ്ത കർത്താവെ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ കുഞ്ഞുകുട്ടികളാവാൻ എല്ലാവരും കർത്താവിന്റെ സ്പർശനം അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗത്തിൽ ദൈവപ്പെട്ട ആദ്യയുടെ പരിശുദ്ധാത്മാവിനെ നയിച്ചാണ് മാനം മഹത്വമാക്കിയിട്ട് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വന്തം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ വന്ദനം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുണ്ട്. സ്തോത്രം. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ഹല്ലേലൂയ. തന്റെ വാഗ്ദത്ത പ്രകാരം ഹല്ലേലൂയ തന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുള്ളതിനാൽ ദൈവത്തെ സ്തുതിച്ചാണ് പകൽക്കാലം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ സ്തോത്ര. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ സമയത്ത് വേർതിരിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ എന്റെ താഴ്ചയിൽ ഓർപ്പിച്ചു എന്നുള്ള പാട്ട് ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം.
പാടി നമുക്ക് ദൈവത്തെ മഹത്വം. So stand in the presence of God as we are going to sing one more song and give praise to God. Hallelujah. Praise the Lord. ദൈവത്തിന്റെ ഹിതം ഇന്ന് തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, നന്മയും പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ്, ഹല്ലേലൂയ, ദൈവപ്രസാദമുള്ള പൂർണ്ണപ്രസാദമുള്ള അവസ്ഥയിലേക്ക് ദൈവം നമ്മെ നടത്തേണ്ടത്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദകരമായ അംഗമായി സമർപ്പിക്കുവാൻ, ഹല്ലേലൂയ, ലേഖനകർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കർത്താവിനെ ഇഷ്ടം ചെയ്യുവാൻ അവിടുത്തെ ഹിതത്തിനായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന, ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് ആരാധന ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. പാട്ടിലും ഹല്ലേലൂയ വാദ്യോപകരണങ്ങൾക്ക് മുൻപേ ഹല്ലേലൂയ ആരാധന ആരംഭിക്കുന്ന ഹൃദയത്തിലാണ് ദൈവമാരുടെ ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ കർത്താവിന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ സമർപ്പിക്കാം. നിന്റെ പ്രസാദം എന്നിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് സ്വർഗീയ പിതാവേ നെഞ്ചൊരു ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ എന്നുള്ള പാട്ട് ചേർന്ന് പാടി കാര്യങ്ങളെ പറ്റി നമുക്ക് ദൈവത്തെ സ്വർഗീയ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ. സ്വർഗീയ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ. നിൻഹിതം ചെയ്തോനാ നിൻ സുതനെ പോലെ നിൻഹിതം ചെയ്തോനാ
love and wishes, Father. Hallelujah. Hallelujah. Jesus. Amen. Amen. Thank for leaving everything behind and life for us to the cross and giving us a wonderful gift of salvation, Lord Father Jesus. For Lord Jesus, I pray, Lord Father, that you give us the grace of Lord Jesus and worship you in spirit and truth, Lord Father Jesus. Thank you for everything that you have done in our lives, Lord Father Jesus. Especially I pray for all the prayer requests that our church has put forward to you, Lord Father Jesus. I pray that you answer them according to time and according to your will, Lord Father Jesus. Lord Father Jesus. Father Jesus, for the English worship, Lord Jesus, for the kids, memory was a testimony of the new message, Lord Father Jesus. I pray that everything will be guided through the Holy Spirit, Lord. Yes, Lord. Hallelujah. Convention and also the NACOT meeting, Lord Father Jesus. I pray that it would be a blessing for this nation, Lord Father Jesus. I submit the rest of the meeting in your hands. In Jesus' name I pray. Amen. ദിവസത്തിലൊക്കെ എഴുന്നേൽക്കാം. സ്തോത്രം. സംഗീതത്തിന്റെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 34-ാം സംഗീതം ബാക്കി പ്രധാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Let us read Psalm 34 responsibly and give glory to God. 34-ാം സംഗീതം ബാക്കി പ്രധാനമായി പാടി ദൈവത്തെ Psalm 34 34-ാം സംഗീതം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്കിട്ടും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതിന്റെ നാവിനെ, വ്യാജം പറയാതിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അടുത്ത വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നോ ശിക്ഷ അനുഭവിക്കും. യഹോവ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവന്റെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ദിവസങ്ങളുടെ കരങ്ങളെ ദിവസങ്ങൾ ഉയർത്തി ഒരു ജീവിതം നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടിയോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണല്ലോ. ഹല്ലേലൂയ. The English choir will come forward and we will have a time of singing and praising God. ദൈവത്തെ ഒരുമിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് praise and worship സമയം ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നമായി we are the presence of God to worship God in spirit and truth. Hallelujah. In this place the worship shall be arise in the name of our Lord. യേശുവിന്റെ നാമത്തിലുള്ള ആരാധന. ഹല്ലേലൂയ. ദേശത്ത് ഉയരുവാൻ തലമുറകളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ചേർന്ന് ഗാനങ്ങൾ പാടി പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Psalms 46 verses 1 says, God is our refuge and our strength, always ready to help in times of trouble. Often in our human nature, we have always put our hope and our expectations on people, our friends, our colleagues, our family. But later in the end, we see that we often end up in disappointment. But when we present ourselves to God, when we put our hope in God, that's when we are able to see a deliverance. And the only thing that we need to do is to confess with our hearts that we are totally dependent on Him. We need Him for our deliverance. And once we do that, that is when God shows up, and that's when He proves to us that He is our refuge and our strength. So I request all believers to sing this common song with us. Here I am. You are my refuge. You are my fortress. Hallelujah. You
Hallelujah. Let us thank God. Oh Lord, here I am. I'm standing in your presence, O God. Help me, bless me, use me according to your will, O Master. Hallelujah. In the പകൽക്കാലം ദിവസമായിരിക്കുമ്പോൾ ഭാവയാടിയരുക കരങ്ങളിലേക്ക് കരയിലെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയോടെ ദിവസങ്ങളായി വേണ്ട ഭാഗമേ സഹായിച്ചു പിതാവേ ഇന്ന് പകൽക്കാല ദിവസങ്ങളായിരിക്കുന്നു. We are in your presence.
Thank you, Lord, for this blessed opportunity to be in your presence, to worship you in spirit and truth. God, we thank you, Lord, for this day. So thank we give unto thy mighty hands, God. Speak to us through your word, O Master. Hallelujah. Anoint us, strengthen us. Your Holy Spirit shall guide us, O God, throughout this day. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Please be seated. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കൂടെ ദൈവം നമുക്ക് വിശുദ്ധ പകൽക്കാലം ദൈവമായി തന്ന കർത്താവിന്റെ എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച സംഗീതത്തിന്റെ ഭാഗത്തേക്ക് നാം 34-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചയമുള്ള സ്തോത്രം. ഇതിന്റെ വാക്യങ്ങളൊക്കെ കാണാതെ നമുക്കറിയാവുന്ന സ്തോത്രം. പലപ്പോഴും ഉരുവിട്ട് ദൈവസ്ഥലിൽ സന്തോഷിക്കുന്ന ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ടുവാർഡ്സ് വെരി പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഡേവിഡ്. ദിസ് psalm is very much associated. ദാവീദിന്റെ വ്യക്തിപരമായ വളരെ ദൈവത്തിന്റെ പ്രവൃത്തി വളരെ ശക്തമായി വെളിപ്പെട്ട തന്റെ വ്യക്തിപരമായ അനുഭവത്തോട് ചേർന്ന് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ 34-ാം സങ്കീർത്തനം. ദാവീദ് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടി പലപ്പോഴും ഒളിക്കേണ്ട അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിട്ടുണ്ട്. രാജാവായി തന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അടുത്ത രാജാവ് ദാവീദാണെന്നുള്ള കാര്യം ഏറെക്കുറെ ദാവീദിനും അതുപോലെ സ്തോത്രം പലർക്കും ഉറപ്പുള്ള ഒരു വിഷയമാണ്. പ്രധാനമായും ശൗലിന്റെ മകനായ യോനാഥാൻ അതിനെക്കുറിച്ച് വലിയ ഉറപ്പ് കാര്യങ്ങൾ അവർ സുഹൃത്തുക്കളായിരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ദാവീദിന് ആ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പലയിടത്ത് ഓടിപ്പോകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഓടി താൻ ചെന്നുപെട്ടത് ഗത്തിലാണ്. എന്നാൽ അവിടെ വെച്ച് അവിടുത്തെ അബീമേലെക്ക് എന്ന രാജാവ് തന്നെ തന്റെ അടുക്കിലേക്ക് ദാവീദിനെ പിടിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു. കാരണം എല്ലാവരും ദാവീദിനെ തിരിച്ചറിഞ്ഞു. കാരണം ദാവീദ് ഒരിക്കൽ ഗോലിയാത്തിന്റെ തല വെട്ടിയെടുത്ത് ഇസ്രായേൽ ജനത്തിന് ജയം ഭരിച്ചൊരു രാജാവായതുകൊണ്ട്, ഒരു വ്യക്തി ആയതുകൊണ്ട്, ഒരു പടയാളി എന്ന നിലയിൽ, ഒരു വലിയ യോദ്ധാവ് എന്ന നിലയിൽ ആണ് ദാവീദിനെ കുറിച്ച് ഫിലിസ്തീന്റെ ഇടയിലെല്ലാം അറിയാവുന്നത്. തന്നെ അവർ തിരിച്ചറിഞ്ഞു. He disguised himself as a sojourner or a traveler, but people understood that he is David. They recognized him and they put him before King Abimelech. അബീമേലെക്കിന് മുമ്പിലേക്ക് അവനെ കൊണ്ടുവന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകം നമ്മെ ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബുദ്ധി തോന്നിപ്പിച്ചു. സ്തോത്രം. താൻ ഒരു പ്രാന്തനെ പോലെ അവിടെ അഭിനയിക്കുകയും താൻ അവിടെ രക്ഷപ്പെടുകയും ചെയ്യാനിടയായി. എന്നാൽ താൻ രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോഴും ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം he could not even believe what has happened. ശത്രുവിന്റെ കയ്യിൽ ചെന്ന് പെട്ടിട്ട് സ്തോത്രം അവർക്ക് അവരെ എന്തും ചെയ്യാം. സ്തോത്രം. ആ ഒരു അവസ്ഥയുള്ളപ്പോൾ തന്നെ അവിടെ നിന്ന് വാളിന്റെ വായ്ത്തലക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ രക്ഷപ്പെട്ടു വന്ന ദാവീദ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ചമച്ച ഒരു ഗാനമാണ് 34-ാം സങ്കീർത്തനം. ആ പാട്ടിൽ പറയുന്ന ഓരോ വാക്യങ്ങളും അന്വേഷണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതാനുഭവത്തോട് ചേർത്ത് നാം വായിക്കുമ്പോൾ അതിന്റെ 8-ാം വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിക്കുന്ന പറയുന്നത് ടേസ്റ്റ് ആൻഡ് സീ. ആ വാക്യം വായിച്ചു. 8-ാം വാക്യം. കുഞ്ഞുങ്ങളായാലും ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാട്ടെ. 8-ാം വാക്യം. Praise God. Hallelujah. Taste and see that the Lord is good. Praise God. ദൈവം നല്ലവനാണ്. നമുക്ക് ആർക്കും അതിൽ തർക്കമില്ല. We don't have any double-mindedness about that. We don't have any argument about that. There is no need to discuss about that because we all will say that our God is good. നമ്മുടെ ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. ദൈവത്തിന് സ്തുതിച്ചാൽ കർത്താവേ തിന്മ എങ്ങനെയുള്ളപ്പോഴും അവിശ്വസ്തത എങ്ങനെയുള്ളപ്പോഴും കുറവെല്ലുള്ളപ്പോഴും നീ നല്ലവനാകിയാൽ. കഴിഞ്ഞ ആഴ്ച നാം വായിച്ച സത്യത്തിന്റെ ഭാഗത നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. I have no goodness apart from you. That is our testimony. Hallelujah. As a Christian, that is our testimony. പാപത്തിലായിരുന്നു എനിക്ക് പറയാം, ഇപ്പോഴും പറയാം. ദൈവത്തെ മുഖാമുഖമായി കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവോളം നമുക്ക് പറയാനുള്ള നമ്മുടെ സാക്ഷ്യമില്ല. കർത്താവ് നീ ഒഴുകി ഒന്നുമില്ല, നീ ഒഴുകി ഒരു നന്മയുമില്ല. I have no goodness apart from thee. Hallelujah. Praise the Lord. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലല്ല നാം ജീവിക്കുന്നത്. നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്യാനും നമ്മളെപ്പോഴും നല്ലത് എന്ന് പറയാനും സ്തോത്രം. നമ്മളെ തിന്മയെ കാണാതെ സ്തോത്രം പലപ്പോഴും അതിനെ കവർ ചെയ്യുന്ന സ്തോത്രം സ്വയം നീതിയിലേക്ക് നമ്മെ വീണ്ടും ആഴ്ത്തുന്ന ഒരു ഹല്ലേലൂയ സംസ്കാരമാണ് ദൈവജനങ്ങളുടെ ഇടയിൽ കൊടുക്കുന്നത്. സ്തോത്രം. എന്നാൽ വചനം പറയുന്നത് അങ്ങനെയല്ല. യഥാർത്ഥമായി ദൈവജനത്തിന് മുമ്പാകെ വരുമ്പോൾ സ്തോത്രം. എന്നാൽ
ദൈവം നല്ലവനെന്ന് എങ്ങനെ അറിയേണ്ടത് എന്നുള്ള വസ്തുത ഞാൻ പറയുന്നത്. ദാവീദ് പറയുന്നത് രുചിച്ചറിയേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രുചിച്ചറിയാം. പല രീതിയിൽ നമുക്കറിയാം. ഇപ്പൊ ഞാനിവിടെ നിന്ന് പറയാം ദൈവം നല്ലവനാന്ന് പറയുന്നത് പറയും, പാസ്റ്റർ പറഞ്ഞ ദൈവം നല്ലവനാണ് അല്ലേ. നിങ്ങളുടെ പേരൻസ്, യുവർ പേരൻസ് may say God is good. That is an information because you believe your parents, you trust them. Your Sunday school teacher says that. Okay, but there is a lot of difference between hearing or seeing, അല്ലേ, കേൾക്കുകയോ കാണുകയോ വായിച്ചോ അല്ലെങ്കിൽ ഹല്ലേലൂയ കുറെ പഠിച്ചോ ഉള്ള അറിവിനേക്കാൾ വളരെ ഇന്റിമേറ്റ് ആയി വളരെ അടുത്ത് ദൈവത്തെ അറിയുന്ന ഒരു അറിവിനാണ് രുചിച്ചറിയുക. നമുക്ക് അറിവ് ലഭിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും, 5 sensory organs. എന്നിട്ട് ഏറ്റവും ഇന്റിമേറ്റ് ആയി ഒരു വസ്തുവിനെ അറിയുന്ന രുചിച്ചറിയുന്നത്. മണത്തറിയുന്നത്, കേട്ടറിയുന്നത്, കണ്ടറിയുന്നത്, തൊട്ടറിയുന്നത് ഒക്കെ വ്യത്യാസമുണ്ട്. രുചിച്ചറിയണമെങ്കിൽ നീ ആ വസ്തുവുമായി ഒന്നായി തീരണം. The molecules of the substance you are tasting shall be one with you. Praise the Lord. You shall be one. എന്ന് പറഞ്ഞാൽ ഇത്ര അടുത്തുള്ള അറിവ് പിന്നെ ഇല്ല. സ്റ്റോപ്പ്. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമ്മൾ മറ്റേ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവർ എന്ത് സാധനം എടുത്താലും ഉടനെ എന്ത് ചെയ്യും? എന്താണ് അവർ കണ്ടാ പോയാ തൊട്ടാ പോയാ ഉടനെ അത് വായിലേക്ക് കൊണ്ടുപോകും. എന്താ പറയുമോ, അവരങ്ങനെ ആ കാര്യങ്ങൾ അറിയുന്നു. നമ്മളെ പോലെ കോളേജിൽ പോയി സ്കൂളിൽ പഠിക്കാൻ പ്രായമായിട്ടില്ലവര് കാര്യങ്ങളെ കുറിച്ച് അറിയുവാൻ, അതിന്റെ രുചി അറിയുവാൻ, അതിന്റെ രുചിച്ചാണ് അവരെ സാധ്യത. കാരണം അത്ര ഇന്റിമേറ്റ് ആയി സാധനങ്ങൾ അറിയുവാനുള്ള ടെൻഡൻസി, കാരണം അവർക്ക് അറിവില്ലാത്തത് കൊണ്ട്, ഒരു അറിവ് വസ്തുതയെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് അവർ ഇവിടുന്ന് വായിലോട്ട് കൊണ്ടുവരും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം that is a tendency we need to have when we approach the throne of grace. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ കുറിച്ചുള്ള അറിവ്. ദൈവം നല്ലവനെന്ന് പറഞ്ഞു കേട്ടാൽ പോരാ, ദൈവം നല്ലവനെന്ന് പ്രസംഗം കേട്ട് ആമേൻ പറഞ്ഞ് പോയാൽ പോരാ. എന്റെ ജീവിതാനുഭവത്തിൽ എന്റെ ദൈവത്തോട് ഒന്നായി ചേർന്ന് അറിയുവാൻ, to be one with God, and that is what God would like. ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം, ദൈവ സാന്നിധ്യത്തിന്റെ ജനത്തിനിടയിലേക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങിയ അവസരപ്പാൻ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൂരത്തുനിന്ന് മാത്രം ദൈവത്തെ ദൈവസ്ഥാനത്ത് ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരുന്ന ഒരു ജനതയുടെ നമ്മെ വിളിച്ചു വേർതിരിച്ച് ഹല്ലേലൂയ സത്യാരാധികളായി സത്യത്തിന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ, to worship God in spirit and truth. ഹല്ലേലൂയ, അടുത്ത് ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ നാം ദൂരത്ത് നിൽക്കരുത്. ദൈവം പറയുക, കൃപാസനത്തിലേക്ക് അടുത്ത് വരുവാൻ ധൈര്യത്തോടെ ഏത് സമയത്തും പ്രാഗൽഭ്യം നമുക്ക് നൽകി തന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ഇന്ന് ഓർക്കാൻ ദൈവത്തെ സ്തുതിച്ചാൽ ദൂരസ്ഥരായ നമ്മെ സമീപസ്ഥരാക്കുവാൻ കർത്താവ് കാൽവരിയിൽ അവസാനത്തോടെ രക്തവരെ ചൊരിഞ്ഞു. ഹല്ലേലൂയ, എനിക്ക് അതിൽ വലിയൊരു കാര്യമില്ല. ഹല്ലേലൂയ, I don't have anything more important than that. ഒരു സ്ഥാനമില്ല, ഒരു മാനമില്ല, ഒരു പുകഴ്ചയില്ല, എന്റെ സ്വയത്തിലോ ആ ഉയരുന്ന യാതൊന്നുമില്ല. ഈ ഒറ്റ കാര്യമുള്ളൂ, എന്റെ ദൈവത്തെ അറിയണം, അവനെ അടുത്തറിയണം. അടുത്തറിയുന്നത് സകലവിധ ദോഷത്തിൽ നിന്ന് മാറ്റും, സകലവിധ പ്രയാസത്തിൽ നിന്ന് മാറ്റും. അത് ഞാൻ രുചിച്ചറിഞ്ഞവനാണെന്ന് ദാവീദ് പറയുക. ഇന്ന് പകൽക്കാലം ദേവസ്ഥയിലായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്റെ സ്നേഹത്തെ ഞാൻ രുചിച്ചെടുക്കുക. അതുകൊണ്ട് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, സകലവിധമായ ദോഷം വിട്ടകലുവാൻ കർത്താവിനെ രുചിച്ചറിയുന്നത് ഒരു സ്തോത്രം കൊണ്ട് തീർക്കുവാൻ മാത്രമല്ല. കർത്താവ് ഞാൻ രുചിച്ചറിഞ്ഞു, അത് വളരെ സന്തോഷം. അത് എപ്പോഴും നല്ല ഇന്റിമേറ്റ് ആയിട്ടുള്ള നമുക്ക് ഉള്ളൊരു അനുഭവമാണ്, ഒരു ഫീലിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇമോഷൻ, it is a very great information, it is a very great convincing fact that our God is good, and we have to experience that by tasting and enjoying the goodness of our God. Hallelujah, praise the Lord. ദോഷം വിട്ടകന്ന ഗുണം ചെയ്യും, ദോഷം ചെയ്യാതിന്റെ നാവിനെ വ്യാജം പറയാറുണ്ട്. ദൈവത്തെ അടുത്തറിയുമ്പോൾ, ദൈവവുമായി അടുത്ത് സംസർഗം പുലർത്തുമ്പോൾ നമ്മിലേക്ക് അവിശുദ്ധി കടന്നു വരും. God will purify us. ദോഷം വിട്ടകലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോ? ദാവീദ് പറയുക, ദോഷം വിട്ടകലണം എന്ന് പറയുന്നത് ദോഷം എപ്പോഴും നമുക്ക് ചുറ്റുകൊണ്ട് നോക്കണം. Don't think that just because we are the children of God, we are immune to these evil things. No, don't think that. Always evil is there. കൈനോട് ദൈവം പറഞ്ഞത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. It is our duty to move away from that. എത്ര വലിയ വിശുദ്ധനാണെങ്കിലും ദോഷം വിട്ട് നാം അകന്നേ വരില്ല. Hallelujah. Praise the Lord. ദോഷം, evil things we have to avoid it. എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് അകലണം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇതിന്റെ അടുത്തുണ്ടെന്ന് പറയാം. വിശുദ്ധ ജീവിതം നയിക്കുന്നവനും
സ്തോത്രം. ഹല്ലേലൂയ. ഓട്ടോ വിളിച്ച് പോകുന്നു വേണ്ട, ടാക്സി വിളിച്ച് പോകണ്ട, ദോഷത്തിന്റെ അടുത്തിലേക്ക് നിന്റെ അടുക്കലുള്ളത്. പക്ഷെ നിന്റെ ജോലിയാണ്. You have to stand away from it. It's always available. Hallelujah. ChatGPT ഒന്നും പോകണ്ട. സ്തോത്രം. ഗൂഗിൾ ചെയ്ത് നോക്കണ്ട. ദോഷം തൊട്ടെടുത്തുണ്ട്. സ്തോത്രം. നാമൻ തുമ്പിലിരിപ്പുണ്ട്. നമ്മളെല്ലാം പറയുമല്ലോ, ഈ നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നു, മറന്നുപോയപ്പോ അല്ലേ? അതിന് പാടുന്ന ദോഷം. സ്തോത്രം. Hallelujah. So we have to avoid. Praise the Lord. ദൈവത്തെ അറിയുന്നതിന് മാത്രമേ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റൂ. കാരണം വചനത്തിൽ കാണുന്നു, വചനം എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക് പ്രകാശം. നമ്മൾ ഈ സ്ഥലത്തിലേക്ക് പിടിച്ച് ദൂരെ നോക്കിക്കൊണ്ടിരിക്കുക. 10 വർഷത്തേക്ക് മുമ്പുള്ളത് 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കും. ഇതൊക്കെയാ അടുത്ത സ്റ്റെപ്പ് കുഴിയാ, അവൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, അടുത്ത ചുവട് തെറ്റിയാൽ 5 വർഷത്തെ പ്ലാനിങ് വെള്ളത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിലും ഒരു കർത്താവേ, ദോഷം അകന്ന് നിൽക്കുവാനുള്ള കൃപ നീ എന്റെ അടുത്ത് വേണം. അത് മാത്രമല്ല, നിന്റെ സാമീപ്യത്തെ അകറ്റിക്കളയുന്ന, വിശുദ്ധിയിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന, ദൈവഹിതമില്ലാത്ത ചിന്തയിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് എങ്ങനെ അകറ്റിക്കളയുന്ന ദോഷം വിട്ടുമാറാനുള്ള കൃപ നീ തരണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ദോഷമായി ഒന്നും പ്രവർത്തിപ്പാൻ, ചിന്തിപ്പാൻ, ചുവടെടുത്ത് വെക്കുവാൻ എന്റെ തലമുറയ്ക്ക് നല്ലതല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ അത് നല്ലതല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തീരുമാനം, കർത്താവ്, ദോഷം വിട്ടകലമുള്ള കൃപ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നീതിമാനെ ദൈവം എല്ലാത്തിൽ നിന്നും വിടുവിക്കും. അനർത്ഥം അസംഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനെല്ലാം ദൈവം നമ്മെ വിടുവിക്കും. എന്നാൽ ദുഷ്ടൻ, ഹല്ലേലൂയ, ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ നാശത്തിലേക്ക് പോകും. ഇന്ന് പകൽക്കാലം ദിവസം നമുക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദോഷം വിട്ടകൽ നടക്കാനുള്ള കൃപ എനിക്ക് നയിക്കണം. അവിടുത്തെ നാമത്തെ രുചിച്ചറിഞ്ഞ് ഹല്ലേലൂയ ദൈവം നല്ലവരെന്ന് പറയുവാൻ. പ്രിയമുള്ളവരെ, ഏത് തിക്തനുഭവങ്ങളുടെയും ഏത് വെല്ലുവിളികളുടെയും കർത്താവേ, എന്തിനാണ് എന്നെ അവന്റെ മുമ്പിൽ കൂടെ നിർത്തിയത്? ഇത്രയും ഞാൻ ഭയന്നു പോയി എന്നൊന്നുമല്ല ദാവീദ് പറഞ്ഞത്. ദാവീദ് പറഞ്ഞത്, ആ പ്രതികൂലത്തിന് നടുവിലും ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തിയാണ്. പ്രിയമുള്ളവരെ, ഏത് പ്രതികൂലത്തിന് നടുവിലും നമുക്ക് ദൈവത്തിന് നന്മയെ കണ്ടെത്താൻ. ഇതുപോലെ നമുക്ക് ഒത്തിരി പരാതികളാണ്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് പലതിന്റെയും വിഷയത്തിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതിന്റെ എല്ലാ മധ്യത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, അത് രുചിച്ചറിയാനുള്ള ഒരു വലിയ മനോഭാവം ഇന്ന് പകൽക്കാലം നമുക്ക് ഉണ്ടാകണം. അത് നമ്മെ സകല ദോഷത്തിന് വിടുവിക്കുന്നതാ. അപകടങ്ങളുടെ ആവശ്യങ്ങൾ വിടുതൽ മാത്രമല്ല, എന്റെ നിത്യതയെ കരുതുവാൻ ഹല്ലേലൂയ ഈ ദൈവസാമീപ്യം എന്നെ സഹായിക്കും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവിനെ സമർപ്പിക്കാൻ കഴിയാത്ത ആഴ്ചക്കാലത്തെ ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇത് അനുഭവമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. വാക്കില്, ചിന്തയില്, പ്രവർത്തനത്തില്, നോട്ടത്തില്, മനോഭാവത്തിലെല്ലാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വിശുദ്ധിക്ക് വേർപാടിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനാൽ ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കർത്താവേ, ആ രുചിച്ചറിവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലനം സൂക്ഷിക്കുന്നത് മാത്രമല്ല, നിത്യക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ദുർബല മനഃസാക്ഷിയോടെ നിൽക്കുവാൻ കർത്താവിനെ സഹായിക്കണം. ദോഷം ഞങ്ങളെ അകറ്റി നിർത്തണമേ. അതിനായി ഞങ്ങൾ അപേക്ഷിക്കുക. അവിടുത്തെ സാന്നിധ്യം മാത്രമേ ഞങ്ങളെ അതിനെ സഹായിക്കൂ. അതിനായി ഇതുവരെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾപ്പിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഒരു കാലം നമ്മുടെ സംസാരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ ദിവസങ്ങളായി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രതികാൽ കർത്താവിന്റെ ദാസൻ പ്രിയ ടീമുള്ള പാസ്റ്റർ കുടുംബമായി നമ്മുടെ മധ്യ ആയിരിക്കുന്നല്ലോ. പല പ്രാവശ്യം നമ്മുടെ മധ്യ കടന്നു വന്ന പ്രിയ ചർച്ചകളുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. ഈ ദിവസങ്ങളിൽ മക്കളോട് ചേർന്നായിരിക്കാൻ ഈ ദേശത്ത് ചില ആഴ്ചകളായിട്ടായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മോട് ചേർന്ന് ആയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ദേവദാസനെ കുടുംബമായി വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. എന്റെ മൂത്ത മകൻ ഞങ്ങൾ വരെ നമുക്ക് പരിചയമുള്ളതാണല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയ മകൾ കൃപയും അതുപോലെ റോഷൻ എന്റെ കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ മധ്യ ആയിരിക്കുന്നു. ഒരു കാലിഫോർണിയയിൽ താമസിച്ച് ജോലിയുള്ള ബന്ധത്തിലൂടെ ആയിരിക്കുന്നു. അവരെ ഓർത്ത് സ്തുതിക്കുന്നു. പക്ഷേ പിതാവിനെ നമ്മൾ പലർക്കും പരിചയമുണ്ട്. പക്ഷേ MC തോമസ് മക്കളിൽ നിന്ന് ഒരു പ്രാവശ്യം നമ്മുടെ മധ്യ കടന്നു വന്ന ദേവദാസനാണ്. സ്വതന്ത്രം മകനാണ് റോഷൻ. സഹോദരനെ ഓർത്ത് കുടുംബമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക വന്ദനം ചെയ്യുന്നു. God bless you. Thank you for being with us. God bless you. ഇതുപോലെ കാലം ദേവദാസനെ കേൾക്കുവാനും ഒക്കെയുള്ള സമയമുണ്ട്. വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ ദേവദാസൻ കാലം
നമ്മുടെ മധ്യയിൽ ദൈവത്തിന്റെ വചനം അറിയിക്കുന്നതാണ്. സ്തോത്രത്തിന് മുമ്പായി സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന യാത്ര ചെയ്ത പല പ്രിയപ്പെട്ടവർക്കും സൗഖ്യത്തോടെ എത്തിച്ചേരേണ്ടേ റോസമേന്റെ സർജറി കഴിഞ്ഞ തിങ്കളാഴ്ച നടക്കാനിടയായി പ്രിയമാതാവ് ഭവനത്തിൽ വിശ്രമിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്തോത്രം മറ്റ് കർത്താവ് ചെയ്ത ഒരുപാട് ഉപകാരങ്ങൾ നന്ദി വാക്കുകളൊക്കെ പറയാനുണ്ട്. സ്തോത്രം സാക്ഷ്യത്തിന് വേണ്ടി സമയത്തെ വേദനിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സ്തോത്രം വീട്ടിൽ മമ്മീൻ സുഖമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. പ്രിയമാതാവിനെ പ്രാർത്ഥിക്കുക. സാന ചേച്ചിയും അമ്മച്ചിയും രണ്ടുപേരും സുഖമില്ലാതെ ഭാരപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. സ്റ്റാലിനെയും കുടുംബവും സുഖമില്ലാതെ ആയിരിക്കും. അങ്ങനെ പല പ്രിയപ്പെട്ടവരും ഇന്ന് ഇവിടെ ആയിരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം പ്രിയ ബെനിന്റെ ഗ്രാജുവേഷൻ ഈ വ്യാഴാഴ്ച എട്ടാം നടക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ ബോർഡറിലായിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബുധനാഴ്ച ബെനിന്റെ എക്സാം കൂടി ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ സഹായിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരും. സ്തോത്രം കിഡ്സ് വിൽ കം ഫോർവേഡ് ഫോർ ദ മെമ്മറി വേഴ്സസ്. After that, I will separate some time for testimony. Deuteronomy 6 verses 4-6. Listen, O Israel, the Lord our God, the Lord alone. You must love the Lord with all your heart, all your soul, and all your strength. And you must commit yourselves wholeheartedly to these commands I've given you today. Hebrews 13:8. Jesus is the same yesterday and today and forever. Praise God. Hallelujah. Romans 8:27-28. And he who searches the heart knows the mind of the Spirit, because as the Spirit intercedes God's people in accordance with God's will. And we know in all things God works for the good of those who love him, who have been called all according to his purpose. Matthew 22:37. Louder, louder, God, with all your heart and with all your soul. Might. Okay. Praise God. Psalms 9 verse 1. I will praise you, Lord, with all my heart. I will tell of all the marvelous things you have done. Praise God. The Lord is high above all nations, his glory above the heavens. Who is like the Lord our God, who dwells on high? Psalms 113 verses 4 and 9. Psalm 34 verses 8. Let's taste and see that the Lord is good. Blessed is those who take refuge in him. Amen. Praise God, Jesus. Then Jesus said to those Jews who believed him, if you abide in my word, you are my disciples indeed, and you shall know the truth, and the truth shall make you free. John 8 verse 31 and 32. Amen. Praise God, Jesus. 1 Peter 3 verses 13-15. Who is going to harm you if you're eager to do good? But even if you should suffer for what is right, you are blessed. Do not fear the threats, do not be frightened, but in your hearts revere Christ as Lord. But always be prepared to give an answer to those who ask you for the reason for the hope that you have, but do this with gentleness and respect. Amen. Praise God. John chapter 15 verses 7-8. If you abide in me and my words abide in you, you will ask what you desire and it shall be done for you. By this my Father will be glorified, that you will bear much fruit, so you will be my disciples. Amen. Praise God. In the beginning was the Word, and the Word was with God, and the Word was God. He was in the beginning with God. All things were made through him, and not a thing was made without him that was made. In him was life, and the life was the light of men. The light shines in the darkness, and the darkness has not overcome it. John 1 verses 1-5. Thus says the Lord Jesus, I created you, O Jacob, and I formed you, O Israel. For do not be afraid, for I have redeemed you, and I have called you by your name, for you are mine. For when you walk through the waters, I will be with you. When you walk through the rivers, the water shall not overflow you. When you walk through the fire,
You shall not be burned, nor shall the flame scorch you. Isaiah 43, verses 1 to 2. Praise God. കുഞ്ഞുങ്ങളെ കേട്ടു. ഒരു നിമിഷം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നടത്തിയ ഓർത്ത് ദൈവത്തെ നന്ദി പറയാൻ സ്തോത്രം അർപ്പിച്ചാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി തുടർന്നുള്ള സമയങ്ങളെ വേർതിരിക്കുകയാണ്. പ്രിയ ദേവദാസൻ ഞാൻ പരിചയപ്പെടുത്തിയതുപോലെ പ്രിയ ദേവദാസൻ ടീം തൊഴിലാളികൾ കേരള സ്റ്റേറ്റ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ദേശത്തായിരിക്കുന്നത് സ്തോത്രം തനിക്ക് തന്റെ കുടുംബത്തിന് എല്ലാവരും കുഞ്ഞോട് ചേർന്നായിരിക്കുന്ന അനുഗ്രഹമാണല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യയായിരിക്കാൻ എവിടെയാക്കുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം. തുടർന്ന നിമിഷങ്ങൾക്ക് ദേവദാസൻ ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ
അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമുക്ക് ദിവസത്തിലായിരിക്കും കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന സമയം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഒരു ദേവദാസനെ നമ്മളോട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം കർത്താവിനെ കുറിപ്പാനും ആരംഭിക്കാൻ സ്വർഗത്തിന് ദൈവം നൽകിയ സമയത്തെ ഓർത്ത് ദൈവത്തെ കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകാൽ കഥാവിദാസൻ പാസ്റ്റർ കുടുംബം ഇവിടെയുള്ള ദൈവസഭ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിക്കുകയും ദൈവം ശുശ്രൂഷിക്കുകയും ചെയ്ത സന്ദർഭത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. ഏറെക്കുറെ അതേ കാരണത്താൽ തന്നെയാണ് ഈ പ്രാവശ്യവും ഇവിടേക്ക് കടന്നു വരുവാനും ആ കൂട്ടത്തിൽ ഇവിടെ കടന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം ദൈവം തന്നത്. സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് നിങ്ങളുടെ അവസരങ്ങൾക്ക് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. അപ്പോൾ തന്നെ നിങ്ങളുമായുള്ള കൂട്ടായ്മ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. അത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ 2 പെൺമക്കളോടും ഒരു കുടുംബത്തോടും ഒപ്പം എൻ്റെ ഭാര്യയോടും ഒപ്പം നിങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നതിലേറെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ കുടുംബവും നിങ്ങളുടെ അടുക്കൽ തന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ആ കുടുംബമാണ്. എന്നാൽ കാലിഫോർണിയയിൽ നിന്ന് ഇളയ മകളും കുടുംബവും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയും കർത്താവിനെ രുചിച്ചറിയുകയും ചെയ്യുന്ന ദൈവമക്കളാണ്. കർത്താവിന്റെ ദാസന് രാവിലെ വായിച്ച സങ്കീർത്തന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പം ജീവിതാനുഭവത്തിൽ കർത്താവിനെ അനുഭവിച്ചറിയുവാനായി വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവമക്കളായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കർത്താവിനോടുള്ളതായിരിക്കും നമ്മുടെ അഭിരുചി വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ, സ്നേഹം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ അനുഭവിച്ച് അറിയുന്നവരായിരിക്കണം, രുചിച്ച് അറിയുന്നവരായിരിക്കണം. അതുകൊണ്ട് അതിനായി വിളിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹവും അതുതന്നെയായിരിക്കണം. അതിന്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലത്തിന് വെളിയിൽ നിൽക്കുന്നവനായ ഒരുവനാണ് ദൈവം എന്ന് പറയുന്നത്. ഹീസ് നോട്ട് എ ക്രീച്ചർ, ഹീസ് എ ക്രിയേറ്റർ. അപ്പൊ സൃഷ്ടിയുടെ തലവും സൃഷ്ടാവിന്റെ തലവും രണ്ടും രണ്ടായിരിക്കുന്നത് കൊണ്ട് സൃഷ്ടിക്ക് ഒരിക്കലും അങ്ങോട്ട് സൃഷ്ടാവിനെ അറിയുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവം ഒരു സാധ്യത അവന് വെച്ചിട്ടുണ്ട്. ഹി ക്യാൻ ടേസ്റ്റ് ഹിം, ഹി ക്യാൻ ഫീൽ ഹിം. അവനെ അനുഭവിപ്പാനും രുചിപ്പാനുമുള്ളതായിരിക്കുന്ന സാധ്യത, അതിനുള്ള അവസരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അനുദിന ജീവിതത്തിൽ ഉപയോഗിപ്പാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. അങ്ങനെ മുൻപോട്ട് പോകുന്നവർക്ക് ആത്മീക ജീവിതം ഒരു സന്തോഷമാണ്. വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവത്തിലും ക്രിസ്തീയ ശുശ്രൂഷയിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യവും അനേകർക്ക് കർത്താവിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷവും ആവേശവുമാണ്. ചില നാളുകൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ആത്മീക ജീവിതം അവർക്ക് വലിയ ബേർഡനായിട്ട് മാറാറുണ്ട്. ബിക്കോസ് they don't know how to live, how to walk with Christ. കർത്താവിനോടുകൂടെ എങ്ങനെ നടക്കണം, അവരുടെ ആത്മീക ജീവിതത്തെ എങ്ങനെ നയിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്കറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, പൂർണ്ണമായ ദൈവാശ്രയത്തിൽ കൂടെ മാത്രമേ നമുക്കതിനെ വിജയപ്രദമാക്കി തീർക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം ഈ പകരം പ്രാരംഭമായി ഓർപ്പിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളില്ലാതെ ദൈവവചനത്തിൽ നിന്ന് അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ആളല്ല. ഇതെന്റെ 3ാമത്തെ തവണയാണ് നിങ്ങളുടെ നടുവിൽ. 2018 ഞാനിവിടെ വന്നപ്പോഴും ഇവിടെ നിങ്ങളുടെ കൺവെൻഷനിൽ വന്ന് സംബന്ധിപ്പാനും ആ കൂട്ടത്തിൽ ഇവിടെ ഒരു ആരാധനയിൽ സംബന്ധിച്ച ദൈവം ശുശ്രൂഷിപ്പാനും ദൈവമുള്ള അവസരം ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2023 വന്നപ്പോഴും നിങ്ങളോടൊപ്പം ഒരാരാധനയിൽ സംബന്ധിക്കുകയും ദൈവം ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ കർത്താവ് അവസരം വന്നു. ഇന്നും നിങ്ങളോടൊപ്പം
ആയിരിക്കുന്നതിലേറെ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഡെൻവറിലുള്ളതായിരിക്കുന്ന ദൈവസഭ എനിക്ക് അപരിചിതമല്ല, നിങ്ങൾ എനിക്ക് പരിചിതരാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് അത്ര അപരിചിതനാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു കുറെ ആളുകൾക്കെങ്കിലും ഞാൻ പരിചിതനാണ്. അതുകൊണ്ടൊരു ഫീൽ അറ്റ് ഹോം, അതാണ് വാസ്തവത്തിൽ എനിക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ നിങ്ങളുമായിട്ട് അല്പമിനിറ്റുകൾ നേരം ദൈവത്തിൽ ചിന്തിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ദൈവിക വചനം നമുക്കെല്ലാവർക്കും വളരെ വളരെ പരിചിതമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം, The Book of Acts, chapter 9. Actually, I like to read from verses 3 to 12, but I am not going to take that much time. അത്രയും സമയമെടുത്ത വാക്യങ്ങൾ വായിപ്പിക്കാൻ അവസരമെടുക്കാതെ 5-ാമത്തെ വാക്യം മാത്രം വായിച്ചുകൊണ്ട്, സമയലാഭത്തിന് വേണ്ടി 5-ാമത്തെ വാക്യം മാത്രം വായിച്ചുകൊണ്ട് ചിന്തയിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പസ്തോല പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അതിന്റെ ആദ്യത്തെ ബിഗിനിങ് മാത്രം ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് വായിച്ചാൽ, നീ ആരാകുന്നു കർത്താവേ? Who are you, Lord? കർത്താവേ, ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരത്തിന് മുന്നിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വ്യക്തിപരമായി ഒരു ദൈവ ശബ്ദം, ദൈവാലോചന ഇന്ന് ആവശ്യമാണ്. നിന്റെ ആലോചനയില്ലാതെ, നിന്റെ ശബ്ദം കേൾക്കാതെ ഞങ്ങൾക്ക് ജീവിതം മുൻപോട്ട് നയിപ്പാൻ കഴിയുകയില്ല. ആശ്രയിക്കുന്നു. നിന്റെ സൈനിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. സംസാരിക്കും കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ വളരെ പരിചിതമായിരിക്കുന്ന അധ്യായമാണ് എന്ന് ഞാൻ പറയുന്നതിൽ അതിശയോക്തിയില്ല എന്നെനിക്കറിയാം. അപ്പോസ്തലനായ പൗലോസിന്റെ അല്ലെങ്കിൽ ശൗലിന്റെ വാസ്തവത്തിൽ കൺവേർഷൻ, മാനസാന്തരമാണ് 9-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പ്രവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ ഏതാണ്ട് സമാന വിഷയങ്ങളെ ആവർത്തിച്ചു പറയുന്ന ഒരു 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 ചാപ്റ്റേഴ്സായിട്ട്, അധ്യായങ്ങളായിട്ട് നമുക്ക് അതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. മാത്രമല്ല ഒരേ വിഷയമാണ് അവിടെ പരാമർശിക്കുന്നത്, വ്യക്തികൾക്ക് വ്യത്യാസമുണ്ടെന്നുള്ളതേ ഉള്ളൂ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷണ്ഡനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 9-ാം അധ്യായത്തിൽ ശൗലിനെ നാം കാണുന്നു. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനെ നമ്മൾ കാണുന്നു. ഈ 3 വ്യക്തികളെ ഈ 3 അധ്യായങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരേ കാര്യമാണ്, ഇവരുടെ 3 പേരുടെയും മാനസാന്തരമാണ് അതിലെ കാതലായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇതിലേതെങ്കിലും ഒരു ചാപ്റ്റർ മാത്രം അല്ലെങ്കിൽ ഒരു വിഷയം മാത്രം എടുത്ത് ആ കാര്യത്തെ പരാമർശിച്ചു പോകാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 3 അധ്യായങ്ങൾ ഈ 3 വ്യക്തികളോട് ബന്ധത്തിൽ സമാനമായ വിഷയങ്ങളെ അവിടെ എടുത്ത് വിശദീകരിക്കാനുള്ളതായിരിക്കുന്ന കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ 3 വ്യക്തികളും മനുഷ്യകുലത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായ വ്യക്തികളായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. They are representing the whole mankind. മാനവരാശിയെ മുഴുവനും പ്രതിനിധീകരിക്കുന്നതായിരിക്കുന്ന 3 വ്യക്തികളായിട്ടാണ് നമുക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായത്തിൽ നമുക്കറിയാം, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷമുള്ള മനുഷ്യന്റെ വർധനവ് എന്ന് പറയുന്നത് നോഹയുടെ 3 പുത്രന്മാരായിരുന്ന ശേം, ഹാം, യാഫത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഉളവായതായിരിക്കുന്ന മനുഷ്യവർഗത്തെയാണ് ഇത് നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ 3 വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 വല്യപ്പച്ചന്മാരുടെ കൊച്ചുമക്കളായിട്ടാണ് നമുക്ക് ഇവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇതിനകത്തെ കാതലായിരിക്കുന്ന സന്ദേശം വിശദീകരിക്കാൻ ഒരുപാട് അവിടെ ഉണ്ടെങ്കിലും അതിനുവേണ്ടി പോകാതെ ആ പ്രധാന കാര്യം മാത്രം പറഞ്ഞ് ചിന്താവിഷയത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്.
അതിലെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് കുലത്തിൽപ്പെട്ടവനായാലും, ഏത് നിറത്തിൽപ്പെട്ടവനായാലും, ഏത് രാജ്യത്തിൽ ജനിച്ചവനായാലും, ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും, ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നവനായാലും രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, അവന്റെ സുവിശേഷത്തിലൂടെ മാത്രമേ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ, ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഈ ഏത് വർഗത്തിൽപ്പെട്ടവനും ഈ സുവിശേഷം ഒഴിവാക്കുവാൻ കഴിയുന്നതല്ല. ആ സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നതുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യശാലികളാണ്. അതിൽ പൗലോസിന്റെ മാനസാന്തരത്തെ സംബന്ധിച്ച് പൗലോസ് ഇവിടെ അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അതിലെ കാതലായിരിക്കുന്ന വിഷയങ്ങൾ പലതും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എടുത്ത് നമുക്കിന്ന് വിശദീകരിക്കാനുള്ളതായിരിക്കുന്ന സമയമില്ല. ആ ലഭിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ശൗലിനെ അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് കൂടുതൽ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ 5-ാം അധ്യായത്തിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ചോദ്യം ഇതാണ്: ഹു ആർ യു ലോർഡ്? നീ ആരാകുന്നു കർത്താവ്? സാഹചര്യം, ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇപ്പോൾ ആകപ്പാടെ നിലപ്പരിചായി കിടക്കുന്നവനായ ശൗല്. സമയത്തിന്റെ ലാഭത്തിന് വേണ്ടി കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. താന് കടന്നുപോയ സാഹചര്യം നമുക്കറിയാം. യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കുന്ന, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. അവന്റെ അറിവിൽ ദമസ്കോസിൽ കുറെ ആളുകളുണ്ട് എന്ന വാർത്ത ചെവിയിലെത്തിയപ്പോൾ അവരെ കൂടെ പിടിച്ച് കെട്ടി യെരുശലേമിൽ കൊണ്ടുവന്ന് തടവിലാക്കുവാനും ഉപദ്രവിക്കുവാനും അവൻ അധികാരപത്രം മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്റെ സ്നേഹിതരെയും അതിന് വേണ്ടതായിരിക്കുന്ന ആളുകളെയും സംഘടിപ്പിച്ച് വാഹനമൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്ത് ദമസ്കോസിലേക്ക് പോകുന്നവനായിരിക്കുന്ന ശൗലിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ശൗലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ ഒരു നേതാവായി കാണുന്നത് പോലെ, ഒരു ലീഡറായി കാണുന്നത് പോലെ ഒരിക്കലും അംഗീകരിക്കുവാനുള്ളതായിരിക്കുന്ന മാനസികമായ ഒരു തയ്യാറെടുപ്പ് തനിക്കില്ലായിരുന്നു. സ്തോത്രം. വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾക്ക് യേശുവിനെ അംഗീകരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ പ്രമാണികളായിരിക്കുന്ന ആളുകൾ പോലും യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയ ചരിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ശൗലിന് മാത്രം എന്തായിരുന്നു ഇത്രമാത്രം പ്രശ്നം? ആഠ്യത്വമുള്ളവനായ, വിദ്യാഭ്യാസമുള്ളവനായ, കുലശ്രേഷ്ഠതയുള്ളവനായ, സമ്പത്തുള്ളവനായ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു യേശു എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ അവന്റെ ജീവിതത്തിൽ ഒരു നേതാവായി, ഒരു നേതൃസ്ഥാനത്ത് കാണുന്നതിനുള്ള തടസ്സം എന്തായിരുന്നു? സ്തോത്രം. പ്രധാനമായി ദൈവവചനം ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് അതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുവാൻ പറ്റും. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ ജനനം അവൻ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജനനമായിരുന്നില്ല. എന്താണ് കാരണം? ലോകപ്രകാരം ഒരു അമ്മയെ, ഒരു മാതാവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ടുണ്ട്. എന്നാൽ എന്റെ അപ്പനിതാണെന്ന് പറഞ്ഞ് ഒരുവനെ ചൂണ്ടിക്കാണിക്കുവാൻ ഒരിക്കലും യേശുവിനെ കൊണ്ട് ലോകപ്രകാരം ഒരുത്തനെ കാണിപ്പാനില്ലായിരുന്നു. അത് ശൗലിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ആ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നതിന് ഒരു തടസ്സമായ വിഷയമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, താൻ വിശ്വസിച്ചുകൊണ്ടിരുന്നതായ തന്റെ യഹൂദ മതത്തിൽ നിന്ന് യേശുവിന്റെ പിന്നാലെ ധാരാളം ആളുകൾ ഇറങ്ങിപ്പോകുന്നതായ അല്ലെങ്കിൽ പിന്നാലെ പോകുന്നതായിരിക്കുന്ന ആ ഒരു സംഭവം അവന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഏത് തരത്തിലും അതിനെ നൃത്തം ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതായ ആ തീരുമാനത്തോടുകൂടെ അവനിപ്പോൾ ഈ ക്രിസ്തീയ മാർഗത്തിനെതിരായി അവൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ദമസ്കോസിലുള്ളതായിരിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവരുവാനായിട്ട് അവൻ കടന്നു പോകുന്ന യാത്രയിൽ കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ നോക്കുക,
അവിടെ ശൗല് ക്രിസ്തീയ മാർഗത്തിന് വിരുദ്ധമായി ദൈവജനത്തിനെതിരായി സ്തോത്രം അവൻ ശക്തമായി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ സ്വർഗത്തിൽ രണ്ട് കണ്ണുകൾ അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി? സ്വർഗത്തിലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതിന് പ്രധാനമായ ചില കാരണങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, സമയപരിധിക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അധിക വിശദീകരണത്തിന് അവസരമില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിപ്പാൻ കർത്താവിൽ ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ. കർത്താവിന് സ്തോത്രം. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതായ തന്റെ ആധ്യാത്മിക പദ്ധതികളെ വാസ്തവത്തിൽ തന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നതായ തന്റെ ശിഷ്യന്മാർക്ക് ആർക്കും യേശു വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതായ തന്റെ വരവിന്റെ ഉദ്ദേശം, അതിന്റെ ആത്യന്തിക പദ്ധതി തന്റെ ശിഷ്യന്മാർക്കാർക്കും കൂടെ നടന്നവർക്കാർക്കും യേശു വെളിപ്പെടുത്തി കൊടുത്തില്ല. അടിസ്ഥാനപരമായി അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ കർത്താവിനെ പിൻപറ്റുന്ന കാര്യത്തിൽ ഈ വ്യക്തിത്വം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അല്പം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ കർത്താവിനെ സ്തോത്രം. വ്യക്തിത്വം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? എന്താണ്? അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിത്വത്തിൽ അനിവാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ്നെസ് അബൌട്ട് ദ തിങ്സ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തിപരമായി ഒരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു ധാരണ ഉണ്ടായിരിക്കുക, ഒരു അറിവുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിപരമായിരിക്കുന്ന അവബോധത്തിൽ നിന്ന് സെൽഫ് ഡിറ്റർമിനേഷൻ, സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെതായ നിലയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ അവർ പലരുടെയും അഭിപ്രായ പ്രകാരം മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാനും അന്യഭാഷ പറയാനും പറ്റുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങൾ അല്പം ശ്രദ്ധിച്ചെങ്കിലേ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവമക്കളെ, നമ്മളൊക്കെ ദൈവമക്കളാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം, ഒരു ആത്മീക വ്യക്തിത്വം ഉണ്ടായിരിക്കണം. ആരെങ്കിലും ഒക്കെ വന്നു പറയുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ വചനവും ദൈവാത്മാവിന്റെ നിർദ്ദേശങ്ങളുമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന പോക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കാര്യമാത്ര പ്രസക്തമായ ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ളതായ, അതിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള, അതിനെ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരുവരെയും യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തന്റെ സ്വർഗാരോഹണ സമയത്തും he was eagerly looking for someone to open his heart to him for that divine purpose. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി തന്റെ ഹൃദയത്തെ തുറന്നു കാണിക്കുവാൻ ഒരുവനെ അന്വേഷിച്ചുകൊണ്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവൻ കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ അവന്റെ ദൃഷ്ടിയിൽ പെടുവാനിടയായത്. ഈ പകൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ചില ആളുകളുടെ രീതി കണ്ട്, അവരുടെ നടപ്പ് കണ്ട്, അവരുടെ ശൈലി കണ്ട് അയ്യോ കഷ്ടമെന്ന് നമ്മൾ തലയിൽ കൈവച്ച് അവരെ എഴുതി തള്ളാറുണ്ട്. എന്നാൽ ഈ പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, അങ്ങനെ ചിലതിന് ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളിൽ പലരും ഇതിനകത്ത് വന്നിരിക്കാൻ സ്വർഗം ഇടയാക്കിയത് എന്നോർത്ത് ഈ പകൽ നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൊണ്ടു. ദൈവത്തിന്റെ സഭ എന്നുള്ളതായിരിക്കും ദൈവിക പദ്ധതിയെ അതിന് നിലയിൽ ഏറ്റെടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരുവനെയും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ അതെ അവൻ ദൈവസഭയ്ക്കെതിരായി, ക്രിസ്തുവിനെതിരായി, ദൈവജനത്തിനെതിരായി അവൻ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്
അവന്റെ മതതീഷ്ണതയാണ്. അവൻ അറിഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള അവന്റെ ഏരിയമാണ്. അവനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞാൽ, അവനെ ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞാൽ, he is the right person for divine purpose. ദൈവത്തിന്റെ ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവസഭയുടെ കെട്ടുപണിക്ക് ഉപയോഗിക്കുവാൻ പറ്റിയവൻ ഇവൻ തന്നെയാണ്. ദൈവത്തിന്റെ നമുക്കറിയാം, ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, സഭാസ്ഥാപനത്തെ തൊട്ടും കുറിച്ചും സഭയുടെ പ്രവർത്തനത്തെ കുറിച്ചും അതിന്റെ ഫംഗ്ഷനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾക്കുമുള്ള നിർദ്ദേശങ്ങൾ കർത്താവ് നമുക്ക് നൽകിയത് പൗലോസിൽ കൂടെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇനി നമുക്ക് ചിന്തയിലേക്ക് വേഗത്തിൽ കടന്നു വരാം. കർത്താവിന് സ്തോത്രം. അവന്റെ ആ ടൈം ഓഫ് ഹിസ് കൺവേർഷൻ, അവനെ ദൈവം ദൃശ്യവെച്ചത് കൊണ്ട് ദമസ്കോസിനകത്തേക്ക് കാൽ ചവിട്ടുന്നതിന് മുന്നമേ സൂര്യനെ വെല്ലുന്ന വലിയൊരു വെളിച്ചം അവന് ചുറ്റും വീശുകയും അവനിതാ അവന്റെ വാഹനമൃഗത്തിന്റെ പുറത്തു നിന്ന് അവൻ താഴെ വീണ് അവിടെ കിടക്കുന്നു. കർത്താവിന് സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് അവനൊരു കാര്യം മനസ്സിലായി. He is under the control of a divine power. The mighty power of God is already touching him. ദൈവത്തിന്റെ ശക്തമായ കാര്യം അവനെ തൊട്ടു, അവനെ സ്പർശിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അവന് മനസ്സിലായെങ്കിലും അത് കർത്താവാണെന്നുള്ള സത്യം അവന് ഗ്രഹിക്കാൻ കഴിയാതെ അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, Who are you, Lord? നീ ആരാകുന്നു കർത്താവേ? പൗലോസിന്റെ അല്ലെങ്കിൽ ശൗലിന്റെ അപ്പോഴത്തെ ആ സ്വഭാവത്തിന്, അവന്റെ ആ രീതിക്ക്, അവന്റെ ആ ജീവിത ശൈലിക്ക് വാസ്തവത്തിൽ അങ്ങനെയല്ല അവൻ ചോദിക്കേണ്ടത്. നീ ആരാടാണ് ചോദിക്കേണ്ടത്. പക്ഷെ അവനിപ്പോ ചോദിച്ച അങ്ങനെയാണോ? Who are you? Lord. നീ ആരാകുന്നു കർത്താവേ. The one who is controlling his life. He came to know that he is under the control of the divine or a supernatural power. Though he couldn't understand the person, he came to know the mighty nature of the power. ആ വ്യക്തിയെ അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ശക്തിയുടെ മഹത്വം എന്താണെന്ന് അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. The very moment of that experience, he accepted the lordship of Christ in his life. കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം അവന്റെ ജീവിതത്തിൽ അവൻ അംഗീകരിക്കാൻ ഇടയായി. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ വാത്സല്യ ദൈവസഭയോട് സ്നേഹത്തിന്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കേവലം നിങ്ങളുടെ രക്ഷകനായി മാത്രം ഇരിപ്പാൻ ഇഷ്ടപ്പെടുന്നവനല്ല നമ്മുടെ കർത്താവ്. He wants to be the Lord of our life. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിരിക്കാൻ, കർത്തൃത്വം ചെയ്യുന്നവനായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരമാർത്ഥമായി ആയിരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയോട് നമുക്കൊന്ന് ചോദിക്കാം, Is really Jesus is the Lord of my life or just a savior of my life? യേശുവിന്റെ ജീവിതത്തിന്റെ രക്ഷകൻ മാത്രമാണോ, അതോ അവന്റെ ജീവിതത്തിന്റെ കർത്താവ് കൂടെയാണോ? ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ സേവ്യറായിട്ട് ഒരിക്കൽ മാത്രമേ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവന്റെ അനുഭവം, അവന്റെ പ്രവൃത്തി, അവൻ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിരിക്കണം. അവൻ നമ്മളെ ഭരിക്കുന്നവനായിരിക്കണം. അവൻ നമ്മളെ നയിക്കുന്നവനായിരിക്കണം. അവൻ നമ്മളെ നടത്തുന്നവനായിരിക്കണം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അഞ്ചാമത്തെ വാക്യം തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന വേദവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് the nature of the real conversion. ഒരു യഥാർത്ഥ മാനസാന്തരത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. അവിടെ കർത്താവ് അവനോട് സംസാരിക്കുന്നു, കുഞ്ഞെ, നീ വേറെ ഉദ്ദേശിക്കുന്നത് പോലെ വേറെ ആരൊന്നുമല്ല, നീ ഉപദ്രവിച്ചുകൊണ്ട് വരുന്ന ഒരു യേശു ഉണ്ടല്ലോ. ഞാൻ അവിടെ ലോകത്തിലായിരുന്നപ്പോ, കർത്താവിന് സ്തോത്രം, നീ ആളിനെ കൂട്ടി കച്ചകെട്ടി എന്റെ പുറകെ നടന്ന ഒരു സമയമുണ്ടല്ലോ. ആ പുള്ളി തന്നെയാ മോനെ ഞാന്. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ കണ്ടത് മറിയയുടെ മകനായിട്ടാണ്, ഒരു ജാലസന്തതിയെ പോലെ ജനിച്ചവനായിട്ടാണ് നീ എന്നെ കണ്ടത്. അതുകൊണ്ട് നീ എന്നെ തിരസ്കരിച്ചെങ്കിലും ഞാൻ നീ ഉദ്ദേശിച്ച ആളല്ല മോനെ. ഞാൻ സർവശക്തനായ ദൈവമാണ്. നിന്റെ ജീവിതത്തിന്റെ ഏത് കാര്യത്തെ നിയന്ത്രിപ്പാൻ കഴിയുന്നവൻ ഞാനാണ് എന്നുള്ളതായിരിക്കുന്ന ദൈവിക വെളിപ്പാട് അവന് പ്രാപിക്കുവാൻ അവിടെ വെച്ച് കഴിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരോട് ചോദിക്കുകയാണ്, Who are you, Lord?
Praise the Lord. Hallelujah. പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് the prayer life of Paul is really exposed and expressed in all of his epistles. Amen. Praise the Lord. തന്റെ ലേഖനങ്ങളിലെല്ലാം തന്നെ അവന്റെ പ്രാർത്ഥനാ സ്വഭാവത്തെ, അവന്റെ പ്രാർത്ഥനാ ശൈലിയെ, അവന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. ഏത് ലേഖനങ്ങൾ എടുത്തു നോക്കിയാലും ഒരു വാചകത്തിലെങ്കിലും അവന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് പ്രധാനമായി പൗലോസിന്റെ 17 പ്രാർത്ഥനകൾ വളരെ പ്രസക്തമായ പ്രാർത്ഥനകളായിട്ട് ചിന്തകന്മാർ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ അതിൽ 4 പ്രാർത്ഥനകൾ വളരെ ശക്തമായ പ്രാർത്ഥനകളായി നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പ്രാർത്ഥനകളെ അറിയപ്പെടുന്നത് an apostolic prayer of Paul, പൗലോസിന്റെ അപ്പസ്തോലിക പ്രാർത്ഥനകൾ എന്നുള്ള പേരിലാണ്. കർത്താവിന് സ്തോത്രം ചെയ്തു. ലേഖനങ്ങളിലാണ് ആ പ്രാർത്ഥനകളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെല്ലെന്നും വിചാരിച്ചേക്കാം, ഏതാണ് പാസ്റ്ററെ ആ 4 പ്രാർത്ഥനകൾ ഏതാണ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. റഫറൻസ് മാത്രം ഞാനൊന്ന് ഓടിച്ചു പറയാം, വായിപ്പിക്കുകയില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ അവന്റെ 1-ാമത്തെ അപ്പസ്തോലിക പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തേത് 3-ാം അധ്യായത്തിന്റെ, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ അപ്പസ്തോലിക പ്രാർത്ഥനയുടെ 2-ാമത്തെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ തന്റെ 3-ാമത്തെ പ്രാർത്ഥന നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. 4-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ളതായിരിക്കുന്ന വേദവാക്യങ്ങളിൽ തന്റെ 4-ാമത്തെ അപ്പസ്തോലിക പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്നെ അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണമേ. കർത്താവിന്റെ ദാസനോട് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം കൊണ്ട് ഇങ്ങനെ നീട്ടി പ്രസംഗിച്ചൊക്കെ പോവുകയാണോ, എപ്പോൾ നിർത്തുമെന്നൊന്നും ആരും പേടിക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിക്കും. പക്ഷെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. കർത്താവിന് സ്തോത്രം. നമുക്ക് ഈ 4 പ്രാർത്ഥനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 4 പ്രാർത്ഥനകളെ ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ 15 കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് ഈ കാര്യങ്ങളിൽ, ഈ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ 15 കാര്യങ്ങളെ ഒന്ന് ശരിക്കും നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്ന കാര്യം, ഇത്രയും ചിന്തകനായ മനുഷ്യൻ, ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, ഇത്രയും ലോകപരിചയമുള്ള മനുഷ്യൻ, ഈ ലോകപ്രകാരമുള്ള ഭൗതികമായിരിക്കുന്ന ഒറ്റ ആവശ്യത്തിന് പോലും ആ കാര്യത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുന്നില്ല. എല്ലാം നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ കണ്ണടച്ച് അവിടെ കണ്ണു തുറക്കുമ്പോൾ അവിടെ ലഭ്യമാകുന്ന, അവിടെ ആയിരിക്കേണ്ട അവസ്ഥകളെ കുറിച്ചുള്ള വിഷയങ്ങൾ മാത്രമാണ് അവൻ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ പ്രത്യാശ നൽകുന്നതും സന്തോഷം നൽകുന്നതുമായ കാര്യമാണെങ്കിലും കുറഞ്ഞപക്ഷം 70 അല്ലെങ്കിൽ 80 വർഷം വരെ ജീവിക്കേണ്ടതായിരിക്കുന്ന ഈ ജീവിതത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാർത്ഥന വിഷയം പോലും ഉൾപ്പെടുത്താതെ പോകുന്ന പൗലോസിനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ, അല്ലെ എന്നാലും പൗലോസ് ഇവിടെ ജീവിക്കട്ടെ, കുടുംബം വേണ്ടേ, ജോലി വേണ്ടേ, സമ്പത്ത് വേണ്ടേ, കുഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്തോട്ട് നോക്കി കേട്ടു നിന്നിട്ട് പൗലോസ് പറയുന്ന ഒരു മറുപടി ഞാൻ ഇങ്ങനെ കാണുകയാണ്. Yes, all these things are true. Hallelujah. Praise the Lord. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ ഇതാണ്. എന്നാൽ നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ കർത്താവ് ഒരു മറുപടി അതിനിങ്ങനെ പറയുന്നത് പോലെ ഞാനത് കേട്ടുപോവുകയാണ്. അത് ഞാൻ നിങ്ങളോട് പറയാം. അത് മറ്റൊന്നുമല്ല, മക്കളെ, നിന്റെ കാര്യം നീ നോക്കുന്നതിനേക്കാൾ നോക്കാൻ പിടിക്കാൻ ഞാനാണ്.
ഞാൻ നോക്കുന്നത് പോലെ നീ നിന്റെ കാര്യം നോക്കിയാൽ നേരെയാകത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഈ ആയുസ്സിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ നീ എന്റെ കാര്യം നോക്ക്, ഞാൻ നിന്റെ കാര്യം നോക്കാം. എന്റെ മകൾക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുകയുണ്ട്. വേദനിക്കുന്ന ഹൃദയങ്ങളോട്, നിരാശപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളോട് പാട്ടുപാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പക്ഷെ അകത്തൊരു ജീവന്റെ തുടിപ്പില്ലാതെ എങ്ങനെയോ വന്നു പോകുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവിന്റെ മകൾക്കാലം പറയുന്നു, നിന്റെ പദ്ധതി മാറ്റിവെച്ച് ദൈവത്തിന്റെ കരങ്ങൾ നിന്റെ ജീവിതത്തെ അവന്റെ കാര്യം ഏൽക്കട്ടെ, അവൻ നിന്റെ ചുമതല ഏൽക്കട്ടെ, അവൻ നിന്റെ വിജയം ഏറ്റെടുക്കട്ടെ. അവൻ ഏറ്റെടുത്താൽ സ്വപ്നം നീ നോക്കുന്നതിനേക്കാൾ അവൻ അത് ഭംഗിയായി നോക്കുന്നവനായ ഇനി പൗലോസിന്റെ ആ പ്രാർത്ഥന രീതിയെ നമുക്കവിടെ ഒന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു ചോദ്യം, ഈ ദീർഘമായ പ്രാർത്ഥനകളൊക്കെ എഴുതിയ ആ പൗലോസ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച പൗലോസ്, ആ ചോദ്യം നമ്മൾ നോക്കിയേ, ഹൂ ആർ യു ലോർഡ്? Actually, that begins his prayer life in the form of a question. ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ അവന്റെ പ്രാർത്ഥന തുടങ്ങുകയാണ്. The very moment of his conversion, തന്റെ മാനസാന്തരത്തിന്റെ ആ സമയത്ത് തന്നെ. നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച്, നമ്മളൊക്കെ ദൈവമക്കളാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എത്ര പേര് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ എന്താ പറയുക, ആവശ്യബോധത്തോടെ അകത്തു നിന്നൊരു അർജൻസി ഉണ്ടായിട്ട്, ഒരു നിർബന്ധമുണ്ടായിട്ട്, ഒരു ക്യാരക്ടർ വൈസിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമയത്തിന്റെ അനുസരിച്ച് 4 വാക്ക് പ്രാർത്ഥിച്ചു വണ്ടി എടുത്ത് ജോലിക്ക് പോകുന്നു. രാത്രി വന്നു കഴിയുമ്പോൾ അന്നേരത്തെ മാനസിക നിലയനുസരിച്ച് ശരീരത്തിന്റെ അപ്പോഴത്തെ അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് സ്തോത്രം കൂടുതൽ ക്ഷീണമാണെങ്കിൽ പെട്ടെന്ന് നേരെ എന്ത് ചെയ്യും, കുടുംബ പ്രാർത്ഥന പോലും നടത്താതെ പോയി കിടന്നുറങ്ങുന്ന, വല്ലതും കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങുന്ന, ആ കൂട്ടത്തിൽ 4 വാക്ക് പറഞ്ഞിട്ട് ഉറങ്ങുന്ന അനുഭവം പലരുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ പകൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ആവശ്യബോധത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന, സ്വഭാവത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ഒരുവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് that should be the part of his character. അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കണം. സ്തോത്രം. സ്വഭാവത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ സ്വഭാവം തന്നെ 2-3 ടൈപ്പിലുണ്ട്. അതിലൊന്ന് നൈസർഗികമാണ്, നാച്ചുറലാണ്, ബൈ ബർത്ത് ലഭിക്കുന്നതായിരിക്കുന്ന സ്വഭാവം. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് അവന് ജന്മസിദ്ധമായി ലഭിക്കേണ്ട ഒരു ക്യാരക്ടർ ആയിരിക്കണം, സ്വഭാവമായിരിക്കണം. എന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് അവിടെ കൈകൊണ്ട് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. But the very moment of your conversion, നിന്റെ മാനസാന്തരത്തിന്റെ സമയത്ത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. അവിടെ കൊണ്ട് നിന്റെ പ്രാർത്ഥന തുടങ്ങണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ആത്മീക ജനനം നടക്കുമ്പോൾ അവിടെ തുടങ്ങേണ്ടതാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അതല്ലേ ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. 5-ാം വാക്യത്തിൽ അവൻ ചോദിക്കുന്നു, ഹു ആർ യു ലോർഡ്? മണിക്കൂറുകൾ കഴിയും മുൻപ്, ദിവസങ്ങൾ പിന്നിടുന്നതിന് മുന്നേ മറ്റാരോ തരത്തിൽ അവന്റെ പ്രാർത്ഥനാ ജീവിതം വിശാലമാകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നുകൂടെ വ്യക്തമായി ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, മറിച്ച് അവൻ എന്ത് പ്രാർത്ഥിക്കുന്നു അത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനെ the very moment of his conversion, അവന്റെ മാനസാന്തരത്തിന്റെ സമയത്ത് തന്നെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഏതാണ്ട് 10-30 വയസ്സ് പ്രായം അടുത്താകുന്നതേ ഉള്ളൂ. നിന്ന നിപ്പിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആരെങ്കിലും കൈപിടിച്ച് നടത്തണം. ഇനി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. പക്ഷെ അവന്റെ മാനസാന്തരത്തിന്റെ സമയത്ത് ഒരു ശബ്ദം അവന്റെ കാതിൽ കേട്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. I'm under the control of Jesus Christ.
യേശു ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിൽ ഞാനായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. സമയം പോയെന്ന് എനിക്കറിയാം, എന്നാലും ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കേണ്ടത് നല്ലതാണ്. 11-12 വാക്യം ഒന്ന് വായിക്കുമോ? 9-11-12. ആ മതി. നിങ്ങൾ ശ്രദ്ധിച്ചോ വായിച്ച വാക്യം? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അനന്യാസിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞിടാ നേരെ ആ തർസോസിലുണ്ടെന്ന് ഞാൻ അല്ല അവിടെ ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നീ അവന് വേണ്ടി പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അനന്യാസിനോട് പറഞ്ഞു. അനന്യാസ് ദൈവത്തിന്റെ പ്രവാചകനാണ്. ഇത് കേട്ടപ്പോഴേ അവന്റെ മുട്ടടിച്ചു. എന്റെ പൊന്നു കർത്താവേ, അവനിവിടെ വന്ന എന്തിനാണെന്ന് നിനക്കറിയത്തില്ലേ? ഇവിടെ ആ പാന 5-6 വിശ്വാസികളുണ്ട്. അവനെ കൂടെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അവന് പിടികൊടുക്കാതെ ഒളിഞ്ഞും വെളിഞ്ഞും ഒക്കെ ഞാനിങ്ങനെ നടക്കുന്ന ഒരാളാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത് എന്ന് വാസ്തവത്തിൽ അപേക്ഷിക്കുക. വളരെ ശക്തമായിട്ട് കർത്താവ് നീ പോകാം, അവരുടെ നാമം ജാതികൾക്ക് രാജാക്കന്മാരുടെ മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. സതികുദൈവ മക്കളെ, എന്നിട്ട് കർത്താവിനോട് പറയുന്ന കാര്യമാണ്, നീ അവിടെ ചെല്ലുമ്പോൾ തർസോസുകാരനായിരിക്കുന്ന ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നീ കണ്ടെത്തും. അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വളരെ ചലഞ്ച് ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. Nobody in the world but the God Almighty Himself, Jesus Christ Himself, is writing a comment, making a comment about Paul's prayer. പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, അവൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് സാക്ഷ്യം പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെ. ഇന്ന് ഞാൻ ദൈവസഭയോട് ഇങ്ങനെ പറയട്ടെ, ലോകത്തിൽ ആരെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രാർത്ഥന കേൾക്കേണ്ടവൻ തന്നെ. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് സാക്ഷ്യം പറയണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം പറയണം. അവൻ സാക്ഷ്യം പറഞ്ഞാൽ അവിടെ വല്ലതും സംഭവിക്കുക തന്നെ ചെയ്യും. വല്ലതും സംഭവിക്കണമെങ്കിൽ അവൻ സാക്ഷ്യം പറഞ്ഞേ പറ്റുകയുള്ളൂ. ഈ പകലൊന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, തീർന്നല്ല ജീവിതം എന്ന് പറഞ്ഞ് ആദ്യം അലച്ച് പ്രാർത്ഥിക്കുകയല്ല. അവൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്തോ അത് കണ്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ശൗൽ കാണുന്ന കാഴ്ച, അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ അടുക്കൽ വന്ന് അവന്റെ തലയിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവൻ സൗഖ്യമാകുന്നതും ആ അന്ധനായിരിക്കുന്ന മനുഷ്യൻ അവന്റെ ആത്മീയ കണ്ണുകളിൽ കണ്ടുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാ അനന്യാസ് അവനെ അന്വേഷിച്ചു കൊണ്ട് ചെല്ലുന്നത്. അത് തന്നെ നമ്മുടെ കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരേ വിഷയത്തിന് എത്ര നാൾ ഉപവസിക്കുന്നു, എത്ര മാസം മാറി മാറി ഉപവസിക്കുന്നു, അല്ല പല വർഷങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപവസിക്കുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മളിപ്പോൾ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവരാ, പക്ഷെ വിശ്വസിക്കുന്നവരല്ല. We have a love for Jesus. കല്ലികൊന്നാലും കർത്താവിനെ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കർത്താവ് പ്രവർത്തിക്കുന്നവരല്ല, കർത്താവിന്റെ സമയത്തെ അവൻ. That is the appropriate and the right time. Yes, amen. In our life that Jesus knows. God knows it. കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിന്റെ ശരിയായ സമയം ഏതാണ്, എപ്പോഴാണത് നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് നമ്മുടെ കർത്താവിന് അറിയാം. ആ തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഒരുക്കട്ടെ. ഒരു 2-3 മിനിറ്റും കൂടെ എന്റെ മുൻപിലുണ്ട്. ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അവന്റെ ആ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? The rest of his life, അവന്റെ ജീവിതത്തിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടങ്ങൾ മുഴുവനും കർത്താവായ യേശു ക്രിസ്തു അവനെ തന്നെ അവന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും.
വിശദീകരിക്കുകയായിരുന്നു അവൻ ആരാണെന്നുള്ള കാര്യം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ പൗലോസിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തത്വത്തിന്റെ മുദ്രയും സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞുകൊണ്ട് 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഇന്ന് പോൽക്കാൻ ഒരു ഹോംവർക്ക് പോലെ നിങ്ങളോട് പറയട്ടെ. അവിടെ അവൻ എന്ന് പറഞ്ഞ് പൗലോസ് കൊലോസ്യ വിശ്വാസികൾക്ക് ആ ലേഖനം എന്നോട് ചോദിച്ചില്ലേ, ഞാൻ ആരാണെന്ന്? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദഭാഗത്ത് യേശു അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ അവൻ എന്നുള്ള ഭാഗത്ത് ഞാൻ എന്ന് ചേർത്ത് വായിച്ചു നോക്കണം. ആ വചനത്തിലെ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയട്ടെ. അതിനുശേഷം നമ്മൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ മനോഭാവത്തിന്റെ വ്യത്യാസം, his passion changed. Amen. Yes. Hallelujah. Oh, what a wonderful message is there. എത്രയോ ശക്തമായ ഒരു ദൂതാണ് അവിടെ കിടക്കുന്നത്. അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇപ്പോഴും എന്നോ ശമനം നേടുന്നു. കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ കർത്താദാസനോട് പറഞ്ഞ സമയം, friends, we all are waiting for a resurrection. Amen. That resurrection is determine our eternity. Amen. നമ്മളെല്ലാവരും ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. Yes. Amen. ആ പുനരുത്ഥാനത്തിന്റെ പ്രത്യേകത നമ്മുടെ നിത്യതയെ തീരുമാനിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പുനരുത്ഥാനത്തിൽ പങ്കാളികളാണെങ്കിൽ ഭാഗ്യമുള്ളവർ. സ്തോത്രം. കാഹളം ധ്വനിക്കുമ്പോൾ മധ്യാകാശ പ്രത്യക്ഷതയിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ മരിച്ചവരുടെ ഒരു പുനരുത്ഥാനം പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. പ്രൈസറോ. നമുക്ക് പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മറ്റുള്ളവരാണ്. അത് നമുക്കൊന്ന് മാറ്റിവെക്കാം. നാം ഈ നാളുകളിൽ നമ്മുടെ ഒരു വിഷയമായി മാറട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധന, ദൈവിക കൂട്ടായ്മ, അത് ഒരു വിഷയമായി മാറട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Hallelujah. സ്തോത്രം. ഇന്ന് നമുക്ക് ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നീ ആരാകുന്നു കർത്താവേ? Praise the Lord. Hallelujah. ആ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു the rest of the life of Paul. Hallelujah. He asked a question. The encounter, the door of Damascus, the gate of Damascus, he had a clear personal encounter with the Lord. മറ്റാരും കാണാത്ത, മറ്റാരും അനുഭവിക്കാത്ത യുണീക്ക് എക്സ്പീരിയൻസ് പോൾ ഹാഡ്. പലപ്പോഴും നാം അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് രണ്ട് കർത്താവ് വ്യക്തമാക്കി കൊടുത്തു, ക്രിസ്തു സഭയുടെ തലയാണ്. ഹല്ലേലൂയ. The answer towards the question that Paul has raised, നീ ഉപദ്രവിക്കുന്ന പലപ്പോഴും ദൈവസഭയ്ക്കെതിരെ നാം നിലകൊള്ളുമ്പോൾ നാം അറിയുന്നില്ല നാം കർത്താവിനെയാണ് ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ. സഭയുടെ തലയായ നാഥനായ കർത്താവ്, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ വിലക്ക് കൊടുത്ത് വാങ്ങിയവൻ. ഹല്ലേലൂയ. ആ ദൈവസഭയ്ക്കെതിരെ നാം നിലയുറപ്പിക്കുമ്പോൾ, ആ ദൈവസഭയ്ക്കെതിരെ ഒരു ചെറിയ ചിന്തയെങ്കിലും നാം ചെയ്യുമ്പോൾ കർത്താവ് പറയുക, സ്തോത്രം, many times we don't want to know who the Lord is. കർത്താവിനെ അറിയും തോറും കർത്താവിനെ പോലെ ആകാനുള്ള ഒരു വലിയ ആഗ്രഹം, വാഞ്ച നമ്മളുണ്ടാകും. പ്രിയമുള്ളവരെ, these days we need to have that encounter with the Lord. കർത്താവിനെ നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു രൂപാന്തരം ആവശ്യമാണ്. We need to be ഒരു രൂപാന്തരം നമ്മൾ നടന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയൂ. അതുവരെ നാം ചെയ്തതെല്ലാം കർത്താവിന് ഉപദ്രവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകർക്കാൽ ദൈവസ്ഥലത്തിൽ നമുക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ചോദ്യം ഉയരട്ടെ. നീ ആരാകുന്നു? നിനക്കെന്താണ് വേണ്ടിയത്? എനിക്കെന്ത് വേണമെന്നുള്ളതല്ല, എന്റെ ആഗ്രഹം എന്തെന്നുള്ളതല്ല, എന്റെ അജണ്ട എന്തെന്നുള്ളതല്ല, എന്റെ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് അറിയുവാൻ. അതറിയണമെങ്കിൽ ഉണ്ടായ പോലെയുള്ള
ഒരു വ്യക്തിപരമായ ഹല്ലേലൂയ എൻകൗണ്ടർ, ഹല്ലേലൂയ വ്യക്തിപരമായ ഒരു നേരിടൽ, ഹല്ലേലൂയ കർത്താവുമായി മുഖാമുഖമായി ചോദ്യോത്തരം ചെയ്യുന്ന അവസ്ഥയിൽ വ്യക്തിപരമായ ഒരു ബന്ധം കർത്താവുമായി പലരും പലതും പറയും, അവരിത് പറയുന്നു ഇവരിത് പറയുന്നു. നാട്ടിൽ നമുക്കറിയാം തുടർന്നുള്ള ജീവിതം മുഴുവൻ ആ ചോദ്യത്തിന്റെ ഉത്തരമായി മാറി. വെല്ലവിധേയൻ മരിച്ചവിടുന്ന് കൊള്ളുത്താൻ മറ്റെല്ലാ അധികാരങ്ങളും പോയി. അധികാരപത്രം വേണ്ട, കുതിര വേണ്ട, ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ വേണ്ട, മറ്റൊന്നും വേണ്ട. വെല്ലവിധേയൻ പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുക. നിത്യത ഉറപ്പാക്കണം. ഹല്ലേലൂയ. ഇവിടെ ചിലത് ചെയ്തിട്ട് നിത്യത നഷ്ടപ്പെടുത്തിയാൽ, ദൈവസഭയ്ക്കെതിരെ ഹല്ലേലൂയ വാക്കുകൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നിത്യത നഷ്ടപ്പെടുത്തിയാൽ ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. നമ്മുടെ ജീവിതം പ്രയോജനമുള്ളതായി മാറട്ടെ. ദൈവസഭ ഉപദ്രവിക്കുന്നവൻ ദൈവത്തിന്റെ വെളിപ്പാടിനെ പ്രവർത്തനം സംസാരിക്കുന്നവനായി എഴുതുന്നവനായി മാറിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ രൂപാന്തരം നമ്മൾ ഉണ്ടാകട്ടെ. കർത്താവേ, ഹല്ലേലൂയ, നിനക്കെതിരെ, നിന്റെ ഹിതത്തിനെതിരെ, അവിടുത്തെ ഇഷ്ടത്തിനെതിരെ ഒന്നും ചെയ്യുവാനോ ചിന്തിപ്പാനോ നീ അനുവദിക്കില്ലേ. അവിടുത്തെ ഇഷ്ടമല്ല അന്ന് ആരാകുന്നു കർത്താവേ എന്ന് ഓരോ ദിവസവും ചോദിച്ച് ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവിനെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തിന്റെ കർത്താദാസനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ പ്രത്യേക കേരളത്തിലെ ചില സംസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന ദേവദാസനെ അഭിഷേകം കർത്താവ് നിർത്തട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ കൂട്ടായ്മയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിലേക്ക് നമ്മെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു. ഈ ആഴ്ചയോട് ഒന്നാം ദിവസം തിരുസന്നിധിയിലായിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭം ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കർത്താവെ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ഞങ്ങൾക്കിടയാക്കിയല്ല. കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് നല്ല സംഘത്തിന് നൽകി തന്നല്ലോ. അത് പാടി ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. ഞങ്ങളുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനപ്പാഠവാക്യങ്ങൾ ദൈവത്തിന് ഉച്ചരിപ്പാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അവരെ അവിടുത്തെ ആകർഷണത്തിൽ സൂക്ഷിക്കണമേ. അവിടുത്തെ കാഴ്ചയോടെ തന്നെ അവരായി ദൈവത്തെ ജീവിപ്പാൻ കൊടുത്ത് ദൈവത്തെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാക്ഷികളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാനിടയാക്കിയുള്ള കർത്താവ്, ഞങ്ങൾ നടത്തുന്ന വഴികളെ ഓർത്തന്നെ സ്ത്രീപ്പാൻ മഹത്വപ്പെടുപ്പിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി മറുപടിയായിട്ട് ഞങ്ങളെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം വഴികളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനായി ബലപ്പെടുത്തിയുള്ള കർത്താവെ, കുടുംബത്തെ ദൈവങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. അവരുടെ യാത്രകളിലൊക്കെ കൂടെ എന്തെയും പിന്നെ ഇവരെ പരിപാലിച്ചുകൊള്ളണമേ. അവർ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവം ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കേൾപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പൗലോസിനെ കുറിച്ച് കേൾപ്പാനിടയാക്കിയല്ലോ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. സകലവും ത്യജിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചതുപോലെ കർത്താവെ, ഈ ലോകത്തിലെ ഏതുമില്ലെന്ന് നീ കർത്താവിനെ പ്രസാദിപ്പിച്ച് അവിടുത്തെ വരവിനെ കാത്ത് ജീവിപ്പാൻ, വിശുദ്ധിയോടെ ആയിരിക്കാൻ കൃപ ഞങ്ങളെ നടത്തിക്കൊള്ളണമേ. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ കർത്താവെ, ഞങ്ങളെവിടെയായിരുന്നാലും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. കർത്താവെ, അവിടുത്തെ തിരഞ്ഞെങ്കിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. കർത്താവെ, അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, എല്ലാ നിലയിലും ദൈവത്തിന്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന അനുഗ്രഹത്തോടെ ഇപ്പോൾ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിവുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശിഷുമാരുടെ സംസർഗം കൂട്ടായ്മക്കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകപ്പാടുള്ള സർവീസും പകൽക്കാലം നമ്മുടെ മധ്യേ ഐശ്വര്യമായ ശുശ്രൂഷ ദേവദാസനും കുടുംബത്തിലും ശുശ്രൂഷയുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ചെയ്ത സ്തോത്രം ചെയ്യാം.